നമസ്കാരം, ഞാൻ ഡോക്ടർ ഈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള ഏവിയേഷൻ സർവീസ് ലിമിറ്റഡില് 500-ലധികം എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് പിന്നെ എക്സാമിനേഷൻ ഉണ്ടാകും, പിന്നെ ഇന്റർവ്യൂവിന്റെയും മെഡിക്കൽ ചെക്കപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഇപ്പൊ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ്മാരുടെ 516 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. 18 മുതൽ 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10+2 ആൻഡ് എബോവ് ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പൊ 12ാം ക്ലാസ് മുതൽ മുകളിലേക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 20,000 മുതൽ 25,000 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിലേക്കാണ്, അതായത് കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് എയർപോർട്ടുകളിലേക്കായിരിക്കും ഈ വേക്കൻസികൾ എന്ന കാര്യം പ്രത്യേകം ഇതിലേക്കുള്ള പ്രധാന തീയതി പറഞ്ഞാൽ 2025 മെയ് 6 മുതൽ ജൂൺ 22 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഇതിന്റെ എക്സാമിനേഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ ഡേറ്റ് പിന്നീട് അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ നടത്തുന്നത് 15 ദിവസം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏവിയേഷനോ എയർലൈൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഡിപ്ലോമ ഒന്നുമുള്ള നിർബന്ധമില്ല. അതുപോലെ 10ാം ക്ലാസ്സും ITA ഉള്ളവർക്ക് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ പൊസിഷനിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏജ് റിലാക്സേഷൻ ഒന്നും ഉണ്ടായിരിക്കുന്നത്, എല്ലാവർക്കും സെയിം ഏജ് തന്നെയായിരിക്കും. റിട്ടൺ എക്സാമിനേഷന് ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് 25 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് നോളജ് 25 ക്വസ്റ്റ്യൻസ്, ഏവിയേഷൻ നോളജ് 25 ക്വസ്റ്റ്യൻ, അങ്ങനെ 1.5 മണിക്കൂർ നീണ്ടുന്ന പരീക്ഷയായിരിക്കും. 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന് വേണ്ടി അടുത്ത നടപടികൾ നടക്കുക. അപ്പോൾ ഒരു 12ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും, ഏവിയേഷൻ നോളജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിലെല്ലാം ഡീറ്റെയിൽസ് സിലബസ് കൊടുത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. എക്സാമിനേഷനെ കുറിച്ച് പറയാൻ നേരത്തെ പറഞ്ഞു, 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു മാർക്ക് ഉണ്ടായിരിക്കും. എഴുതാത്ത ക്വസ്റ്റിന് മാർക്ക് ഉണ്ടായിരിക്കത്തില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എക്സാമിനേഷൻ വിവിധ സെന്ററുകൾ, അപ്പൊ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സമയത്ത് നിങ്ങൾ ഏത് സെന്റർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ സെന്റർ ചൂസ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ ചൂസ് ചെയ്യുന്ന സെന്റർ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സെന്ററുകളെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ സെന്ററുകൾ. അതുകൂടാതെ ചെന്നൈ, മധുരൈ, ഹൈദരാബാദ്, വിശാഖപട്ടണം, ബംഗളൂർ എന്നീ സെന്ററുകളുണ്ട്. നമുക്ക് കേരളത്തിലെ സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. www.kerala-aviation-services.com എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ. മറ്റു മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം പറഞ്ഞിരിക്കുക. അതോടൊപ്പം നമ്മൾ ആപ്ലിക്കേഷൻ സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുവാനായിട്ട് ശ്രമിക്കുക. ആപ്ലിക്കേഷൻ മുഴുവൻ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അവസാന തീയതി 2021 ജൂൺ 22-ാം തീയതി വരെ അപേക്ഷിക്കാനായിട്ട് പറ്റും. സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ ചെക്കപ്പിന്റെ ശേഷമായിരിക്കും ഫൈനൽ ഇന്റർവ്യൂ. ഇംഗ്ലീഷിലും ലോക്കൽ ലാംഗ്വേജിലും ഇന്റർവ്യൂവിന് ചോദ്യങ്ങൾ ഉണ്ടാവും. പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചു നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്തരം വീഡിയോകൾ പൂർണ്ണമായും നന്ദിപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.